ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഗൗരി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നത് കണ്ട് നാൻസിക്ക് വല്ലാതെ സന്തോഷം തോന്നി. എടി ഇവിടെ വാ, നാൻസി ഗൗരിയെ വിളിച്ചു. അവൾ കണ്ണുകൾ തുടച്ച് നാൻസിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ നാൻസി പറഞ്ഞു, എടി ഈ കമ്പനിയിൽ ഒരു റൂളുണ്ട്. അതനുസരിച്ചാ ഇവിടെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കയറി വന്ന നീ അതെല്ലാം മാറ്റിമറിച്ച് നിന്റെ ഇഷ്ടത്തിനാക്കി മാറ്റാന്ന് വിചാരിക്കണ്ട. ഗൗരി നാൻസിയെ പേടിച്ച് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. ഇവിടെ കിടന്ന് അധികം ഷൈൻ ചെയ്യാൻ നിന്നാൽ ഈ തല പിന്നെ നിവർത്തി നീ ഇവിടെ നടക്കില്ല. അതോർത്ത് നീ ഇവിടെ ജോലി ചെയ്താൽ മതി. ഓവർ സ്മാർട്ട് കാണിച്ചാൽ അധികകാലം നീ ഇവിടെ ജോലി ചെയ്യില്ല. കേട്ടോടി, പൊയ്ക്കോ, നാൻസി പറഞ്ഞു. നാൻസി പറയുന്നത് കേട്ട് ഗൗരിക്ക് കരച്ചിൽ വന്നു. അവൾ വളരെ സങ്കടത്തോടെ അവളുടെ സീറ്റിൽ പോയിരുന്നു. അപ്പോഴാണ് ദേവൻ ലഞ്ച് കഴിഞ്ഞ് ഓഫീസിലേക്ക് വരുന്നത്. അവൻ അടുത്തെത്താറായപ്പോൾ ഗൗരി ചാടി എഴുന്നേറ്റു. എന്നാൽ ദേവൻ അത് മൈൻഡ് ചെയ്യാതെ നടന്നുപോയി. ഗൗരി ചുറ്റും നോക്കി. ആരും തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അവൾ ചമ്മലോടുകൂടി അവിടെയിരുന്നു. അപ്പോൾ സ്റ്റെഫി പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ, അത് മതി. അല്ലാതെ കാണുമ്പോഴെല്ലാം എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമില്ല. എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അതും കുറ്റാവോന്ന് പേടിച്ചാ ഞാൻ നിന്നത്, ഗൗരി ചമ്മലോടെ പറഞ്ഞു. അപ്പോൾ ദീപ ഗൗരിയുടെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഒരു ഫയൽ ചെയ്തല്ലോ. അത് ആ ക്ലയന്റിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഫയലാ. മീറ്റിംഗിന് ശേഷം ചിലപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് റിമൂവ് ചെയ്ത് അവരുടെ ചില കണ്ടീഷൻസ് ആഡ് ചെയ്യേണ്ടി വരും. അതെന്തൊക്കെയാന്ന് നാൻസി മാഡം പറയും. അതെങ്ങനെയാണ് ചെയ്യാന്ന് അറിയാലോ? ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത മറ്റൊരു ക്ലയന്റിന്റെ ഫയലാ. അതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു തരാം. ഓരോ സ്റ്റേജിലും നമ്മൾ വർക്കിംഗ് പ്രോഗ്രസ് ഫയലിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ദീപ ഗൗരിക്ക് അവൾ ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയെന്ന് പറഞ്ഞുകൊടുത്തു. രാജീവ് നാൻസിയെ രാജീവിന്റെ ക്യാബിനിലേക്ക് വിളിച്ചു. നാൻസി ഡോർ തുറന്ന് അകത്ത് ചെന്നതും ചോദിച്ചു, എന്താ രാജീവ്, എന്തിനാ വിളിച്ച്? നാൻസി ഇരിക്ക്, രാജീവ് പറഞ്ഞു. അത് കേട്ട് നാൻസി അവിടെയുള്ള ചെയറിലിരുന്നു. ഈ ഫയൽ കണ്ടില്ലേ, ഇതുപോലെ ചെയ്താൽ മതി. പ്രസന്റേഷൻ ഈസി ആയിരിക്കും. അധികം ടൈം വേസ്റ്റ് ആവുകയില്ല. ഇനി ഇങ്ങനെ ചെയ്താൽ മതി, രാജീവ് പറഞ്ഞു. ഇവിടെ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയല്ലല്ലോ. എന്നിട്ടും പ്രസന്റേഷന് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇതുവരെ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ ഇനിയും മതി. അല്ലാതെ ഇന്നലെ കയറി വന്ന ഒരു പെണ്ണ് ചെയ്തതുപോലെ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നവര് മാറ്റി ചെയ്യണമെന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? നാൻസി ചോദിച്ചു. ഇതിൽ ലോജിക് ഉണ്ടോ ഇല്ലയോ എന്ന് നാൻസിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ലോജിക്കിനെ പറ്റിയൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഇനി മുതൽ ഇങ്ങനെ ചെയ്താൽ മതി. നാൻസി ചെല്ല്, രാജീവ് പറഞ്ഞു. ഞാൻ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ രാജീവ് അല്ല തീരുമാനിക്കേണ്ടത്. എനിക്കറിയാം എന്താ വേണ്ടതെന്ന് എന്ന് പറഞ്ഞ് രാജീവിന്റെ കയ്യിൽ നിന്ന് ആ ഫയൽ വാങ്ങി നാൻസി അവിടെ നിന്ന് പോന്നു. നാൻസി ആ ഫയലുമായി നേരെ ദേവന്റെ ക്യാബിനിലേക്ക് ചെന്നു. ദേവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാൻസി ഡോർ തള്ളി തുറന്ന് അകത്തു വന്നു. ഒരു മിനിറ്റ് രവി എന്ന് പറഞ്ഞ് ദേവൻ ഫോൺ ഹോൾഡ് ചെയ്തു. ദേവൻ, എന്തൊക്കെയാ ഇത് എന്ന് പറഞ്ഞ് നാൻസി പറയാൻ തുടങ്ങുമ്പോഴേക്കും ദേവൻ പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ് നാൻസി. നീ പറയാൻ പോകുന്നത് എന്തായാലും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നീ പോ, കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. എനിക്ക് ഈ ഓഫീസിലെ കാര്യമാണ് സംസാരിക്കാനുള്ളത് ദേവൻ. ബിസിനസിന്റെ കാര്യമല്ലാതെ മറ്റെന്താണ് ദേവൻ ഇമ്പോർട്ടൻ്റ് ആയി ഉള്ളത്? നാൻസി ചോദിച്ചു. എനിക്കങ്ങനെ പലതും ഇമ്പോർട്ടൻ്റ് ആയി ഉണ്ടാകും. ഞാനതൊന്നും നാൻസിയോട് പറയേണ്ട കാര്യമില്ല. നാൻസി ഇപ്പോൾ ചെല്ല്, ദേവൻ പറഞ്ഞു. ദേവൻ, എനിക്ക് പറയാനുള്ളതും കൂടെ കേക്ക്, നാൻസി പറഞ്ഞു. ഐ സേ ഗെറ്റ് ഔട്ട്, ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ദേവൻ ദേഷ്യത്തോടെ നാൻസിയോട് പറയുന്നത് കേട്ട് രവിക്ക് സന്തോഷമായി. നാൻസി പിറുപിറുത്തുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി. ദേവൻ വീണ്ടും ചെവിയിൽ ഫോൺ വെച്ച് ചോദിച്ചു, രവി എന്താ ഉണ്ടായി? ഒന്നും ആയില്ല, പഴയ പോലെ തന്നെ മാറ്റിവെച്ചു, രവി പറഞ്ഞു. അഡ്വക്കേറ്റ് എന്താ പറയുന്നത്? ദേവൻ ചോദിച്ചു. മാക്സിമം ശ്രമിക്കുന്നുണ്ട്, എവിഡൻസ് കുറവല്ലേ, അതുകൊണ്ടാണെന്നാ അയാൾ പറയുന്നത്, രവി പറഞ്ഞു. ഇത് എപ്പോഴും പറയുന്നതല്ലേ, ഇതല്ലാതെ അയാൾക്ക് വേറൊന്നും പറയാനില്ലേ? ശരി, നീ അവിടുന്ന് പോരുകയില്ലേ? ദേവൻ ചോദിച്ചു. പോരുകയാണ് സർ എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ദേവൻ നാൻസിയെ വിളിച്ച് ക്യാബിനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. നാൻസി കുറച്ച് ദേഷ്യത്തോടെ വന്ന് ചെയറിലിരുന്നു. എന്താ നിനക്ക് പറയാനുള്ളത്? ദേവൻ ചോദിച്ചു. എന്താ ദേവ ഇത്? ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഫയലിൽ ദേവൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നല്ലോ. ഇപ്പോൾ ഫയലിന്റെ മോഡൽ മാറ്റുന്നത് എന്തിനാ?
ആ ഫയൽ നീ കണ്ടില്ലേ? ഫസ്റ്റ് പേജിൽ തന്നെ ആ ഫയലിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ടന്റ് പോയിന്റ് വൈസായി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പേജിൽ നിന്ന് തന്നെ ക്ലയന്റുമായി സംസാരിച്ച് ഒരു ധാരണയിലെത്താൻ കഴിയും. അടുത്ത കണ്ടന്റ് എന്തൊക്കെയാന്ന് ഓരോ പേജും മറിച്ചു നോക്കേണ്ട കാര്യമില്ല, ദേവൻ പറഞ്ഞു. ദേവൻ പറയുന്നത് എല്ലാ ഫയലിലും കണ്ടന്റ് മാത്രം മതിയെന്നാണോ? നാൻസി ചോദിച്ചു. അല്ല, ഫസ്റ്റ് പേജിൽ കണ്ടന്റ് കൊടുക്കണം. ബാക്കിയെല്ലാം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ. ഓരോ പേജിലും ഓരോ കണ്ടന്റും അതിന്റെ എക്സ്പ്ലനേഷനും വേണം, ദേവൻ പറഞ്ഞു. ഇനി അവൾ അടുത്ത വല്ല കുതന്ത്രവും കാണിച്ചാൽ ദേവൻ അതുപോലെയൊക്കെ ഈ കമ്പനിയെ മാറ്റിയെടുക്കുവോ? നാൻസി ചോദിച്ചു. കുതന്ത്രോ? ഇത് കുതന്ത്രാണോ? ഐഡിയ. ഏതൊരു പ്രവൃത്തിയെയും എളുപ്പമാക്കാനുള്ള ഐഡിയ. അതുണ്ടാവണമെങ്കിൽ കുറച്ച് ബുദ്ധി കൂടി വേണം. നിന്നോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലത്തെ നല്ല ഐഡിയാസ് അവളെന്നല്ല മറ്റാരു പറഞ്ഞാലും അത് നല്ലതെന്ന് തോന്നിയാൽ എടുക്കും, ദേവൻ പറഞ്ഞു. എന്ത് വശീകരണം കൊണ്ടാണ് വന്നിരിക്കുന്നത് ആവോ? ഒറ്റ ദിവസം കൊണ്ട് തന്നെ ദേവനെ വരെ അവൾ വശീകരിച്ച് കയ്യിലാക്കി, നാൻസി പറഞ്ഞു. വശീകരിക്കേ? ഈ മഹാദേവനെ വശീകരിക്കാൻ അങ്ങനെ ഒരാൾക്കും കഴിയില്ല. പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്, ദേവൻ പറഞ്ഞു. എനിക്ക് ദേവനെ അങ്ങനെ വശീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് ശ്രമിക്കുന്ന ആള് നാളെ വരും, നാൻസി പറഞ്ഞു. അഞ്ജലിയുടെ ടൂറെല്ലാം കഴിഞ്ഞ് നാളെ എത്തുമോ? ദേവൻ ചോദിച്ചു. എത്തിയിട്ടുണ്ട്. ഇന്ന് റെസ്റ്റാ, നാളെ വരുമെന്നാ പറഞ്ഞത്. പോയിട്ട് ദേവനെ അവൾ വിളിച്ചില്ലേ? നാൻസി ചോദിച്ചു. ഒരു ദിവസം വിളിച്ചിരുന്നു. ഇനി മൊബൈലിലേക്ക് വിളിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. രവി ഒന്നും പറഞ്ഞില്ല, ദേവൻ പറഞ്ഞു. ദേവന്റെ പേഴ്സണൽ നമ്പർ എന്താ ഞങ്ങൾക്ക് പോലും തരാത്തത്? ദേവനെ ഒന്ന് ഫോണിൽ കിട്ടണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാ. ആ രവിയുടെ ഒരു ജാട കാണണം. പേഴ്സണൽ നമ്പർ തന്നൂടെ ദേവ? നാൻസി ചോദിച്ചു. പേഴ്സണൽ നമ്പർ ഒന്നും ആർക്കും കൊടുക്കില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രവിയെ വിളിച്ചാൽ മതി. നാൻസി പോയി ജോലി ചെയ്യ്, ദേവൻ പറഞ്ഞു. അപ്പോൾ ആരോ ഡോറിൽ മുട്ടുന്നത് കേട്ടു. രവിയാവും. നാൻസി ചെല്ല്, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, ദേവൻ പറഞ്ഞു. രവി ക്യാബിനിലേക്ക് കയറി വന്നപ്പോൾ നാൻസി പറഞ്ഞു. കല്യാണം കഴിഞ്ഞു വന്ന പുതുപ്പെണ്ണിനെ പോലെ ഏതു നേരം ഇവൻ എന്തിനാ ദേവന്റെ പുറകെ നടക്കുന്നത്? ദേവന് തനിച്ചു നടക്കാൻ പേടിയുണ്ടോ? നാൻസിയോട് പോവാൻ പറഞ്ഞില്ലേ? ദേവൻ ഒച്ച വെച്ചു. അത് കേട്ട് നാൻസി രവിയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അവിടെ നിന്ന് പോയി. ജോലി കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ദീപ ഗൗരിയോട് പറഞ്ഞു. നീ ചെയ്ത ഫയൽ ദേവൻ സാറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ആ മോഡലിൽ ചെയ്താൽ മതിയെന്നാ നാൻസി മാഡത്തിനോട് പറഞ്ഞിരിക്കുന്നത്. മാഡത്തിന് സാർ അങ്ങനെ പറഞ്ഞത് ഇഷ്ടായിട്ടില്ല. പിന്നെന്തിനാ രാജീവ് സാർ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞത്? ഗൗരി ചോദിച്ചു. രാജീവ് വഴക്ക് പറഞ്ഞോ? വഴക്ക് പറഞ്ഞതൊന്നല്ലല്ലോ. ആരാ അത് ചെയ്യാൻ പറഞ്ഞതെന്നല്ലേ ചോദിച്ചത്? അത് നിന്റെ സ്വന്തം ഐഡിയ ആണോന്നറിയാൻ വേണ്ടിയാ, ദീപ പറഞ്ഞു. ആണോ? ഞാൻ പേടിച്ചുപോയി. ചേച്ചി, ദേവൻ സാർ ഫ്രണ്ടായ നാൻസി മാഡത്തിന് തന്നെ ഇത്ര അധികം വഴക്ക് പറയുന്നില്ലേ? അപ്പോ നമ്മളെയൊക്കെ ഇതിൽ കൂടുതൽ പറയുമല്ലേ? ഗൗരി ചോദിച്ചു. തെറ്റ് ചെയ്താൽ ആരായാലും സാർ വഴക്ക് പറയും. അത് ഫ്രണ്ടാണോന്നൊന്നും നോക്കില്ല, ദീപ പറഞ്ഞു. എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി. ജോലി അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ച് ഞാൻ ജോലിക്ക് വരില്ലായിരുന്നു, ഗൗരി പറഞ്ഞു. നിനക്ക് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ജോലിയുടെ ആവശ്യം എന്താ? കല്യാണം കഴിഞ്ഞ് കുടുംബവും പ്രാരാബ്ദമൊക്കെ ആയിട്ടാണെങ്കിൽ അതാണെന്നെങ്കിലും പറയാം. സ്വന്തമായി അധ്വാനിച്ച് കിട്ടുന്ന കാശിന് വേണം കല്യാണം നടത്താൻ എന്ന് വിചാരിച്ചാണോ? ദീപ ചോദിച്ചു. കല്യാണം കഴിക്കാനൊന്നും അല്ല ചേച്ചി. ആർക്കും ഭാരമാവാതെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോണം. പിന്നെ എനിക്ക് തുടർന്ന് പഠിക്കണം. കുറച്ച് കടമുണ്ട്, അതെല്ലാം തീർക്കണം. അതിന് എനിക്ക് ജോലി അത്യാവശ്യമാണ്, ഗൗരി പറഞ്ഞു. ഇത്ര ചെറുപ്പത്തിൽ തന്നെ നിനക്ക് കടോ? അതെങ്ങനെ? നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ദീപ ചോദിച്ചു. എല്ലാവരും ഉണ്ട്. എന്നാലും എനിക്ക് എന്റേതായ കുറച്ച് കടമുണ്ട്. ചേച്ചി, ഈ വരുന്നത് നമ്മൾ ഇന്നലെ പോയ ആ ബസ്സല്ലേ? ഇതിൽ കയറല്ലേ? ഗൗരി ചോദിച്ചു. ആ, ഇതിൽ കയറാം എന്നു പറഞ്ഞ് ഗൗരിയും ദീപയും ആ ബസ്സിൽ കയറിപ്പോയി. ഗൗരി ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി നടക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരു വിളി കേട്ടു. ഗൗരി! അപ്പോൾ അവൾ അവിടെ നിന്നു.